हरि ओम। ओम सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांति। शान्ताकारं भुजगशयनं पद्मनाभं सुरेशं विश्वाधारं गगनसदृशं मेघवर्णं शुभाङ्गं लक्ष्मीकान्तं कमलनयनं योगिहृद्ध्यानगम्यं वन्दे विष्णुं भवभयहरं സർവലോകൈകനാഥം. കൃഷ്ണ. ഇന്ന് നമ്മൾ എടുക്കുന്ന ശ്ലോകങ്ങൾ 91 92. പുതിയൊരു ശ്ലോകം എടുക്കണം, 92. അപ്പോൾ 91 92 ശ്രദ്ധിച്ച് വായിക്കുക ഒന്നിച്ച്. ഭാരഭൃത്കഥിതോ യോഗി യോഗീശ സർവകാമദഃ ആശ്രമശ്രമണ ക്ഷാമ സുപർണോ വായുവാഹനഃ ധനുർധരോ ധനുർവേദോ ദണ്ഡോദമയിദാദമഃ അപരാജിതഃ സർവസ്സഹോ നിയന്താ നിയമോ യമഃ. ഇന്ന് നമ്മൾ എടുക്കുന്ന നാമം 851 നാമം, സർവകാമദ. എല്ലാ ആഗ്രഹങ്ങളെയും നൽകുന്നവൻ എന്നർത്ഥം. അതേ സമയത്ത് സർവകാമത എന്ന് വെച്ചെങ്കിൽ എല്ലാ കാമങ്ങളെയും ഖണ്ഡിക്കുന്നവൻ എന്നർത്ഥം. എല്ലാ കാമങ്ങളെയും പൂർത്തിയാക്കി തരാത്തവൻ ഒരർത്ഥം, എല്ലാ കാമങ്ങളെയും പൂർത്തിയാക്കി തരുന്നവൻ എന്ന് വേറൊരർത്ഥം. അപ്പോൾ ഇത് കോൺട്രഡിക്ഷൻ ഒന്നും ഇല്ല ഇതിൽ. നമുക്ക് ചിന്തിക്കുമ്പോൾ, കേൾക്കുമ്പോൾ അങ്ങനെ തോന്നും. ശബ്ദം കേൾക്കുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നും, ഇതെന്താ ഒരു സ്വരച്ചേർച്ചയില്ലാത്തത് തോന്നും. ആ സ്വരത്തിനെ ചേർച്ചയില്ലാത്തുള്ളൂ, അർത്ഥത്തിന് നല്ല ചേർച്ചയുണ്ട്. സ്വരച്ചേർച്ചയില്ല. സംഗതി ആ വാക്ക് വളരെ ശരിയാണ്. സ്വരം കേൾക്കുമ്പോൾ അതിന് ചേർച്ച തോന്നില്ല. എല്ലാ ആഗ്രഹങ്ങളും നൽകുന്ന, എല്ലാ ആഗ്രഹങ്ങളും നൽകാത്തവൻ. എന്തതിങ്ങനെ? മാതാപിതാക്കൾ കുട്ടികളുടെ ആഗ്രഹങ്ങളൊക്കെ തീർത്തു കൊടുക്കുന്ന ആൾക്കാരാണോ? അല്ലേ? അതെ, അവരുടെ ആഗ്രഹങ്ങളൊക്കെ തീർത്തു കൊടുക്കുന്നതാണ്. കുട്ടികളുടെ എല്ലാ ആഗ്രഹങ്ങളും തീർത്തു കൊടുക്കുമോ? തീർത്തു കൊടുക്കില്ല. കോൺട്രഡിക്ഷൻ അല്ലേ? അപ്പോൾ ചില ആഗ്രഹങ്ങൾ തീർത്തു കൊടുക്കും, ചില ആഗ്രഹങ്ങൾ തീർത്തു കൊടുക്കില്ല. അതുകൊണ്ട് മാതാപിതാക്കൾ ആഗ്രഹങ്ങൾ തീർത്തു കൊടുക്കുന്നവരുമാണ്, തീർത്തു കൊടുക്കാത്തവരുമാണ്. ആഗ്രഹങ്ങളെ ഖണ്ഡിക്കുന്നവരുമാണ്, ആഗ്രഹങ്ങളെ തീർത്തു കൊടുക്കുന്നവരുമാണ്. ഇത് മാതാപിതാക്കൾക്ക് അപ്ലൈ ചെയ്യാന്നുണ്ടെങ്കിൽ മഹാവിഷ്ണുവിൻ്റെ എന്തുകൊണ്ട് അപ്ലൈ ചെയ്തുകൂടാ? അപ്പം അദ്ദേഹം സർവകാമത എന്ന് പറഞ്ഞാൽ ചില ആഗ്രഹങ്ങളെ തീർത്തു കൊടുക്കുന്നവൻ, ചില ആഗ്രഹങ്ങളെ തീർത്തു കൊടുക്കാത്തവൻ. അത് തീർത്തു കൊടുക്കുന്നവനുമാണ്, തീർത്തു കൊടുക്കാത്തവനുമാണ്, രണ്ടുമാണ്. അപ്പോൾ ഒരു കോൺട്രഡിക്ഷൻ ഇല്ല എന്നർത്ഥം. സ്വരം ചേർച്ചയില്ലായേ ഉള്ളൂ. അത് അർത്ഥം ചേർത്താൽ മതി, പിന്നെ കുഴപ്പമില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് വാഗർത്ഥ ഇവ സംപൃക്തോ വാഗർത്ഥ പ്രതിപത്തയെ എന്ന് പറയാൻ കാരണം. പറഞ്ഞ വാക്കുകളുടെ അർത്ഥം അതേപോലെ മനസ്സിലാക്കാൻ ജഗതപിതാക്കന്മാരും എന്നെ സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥന വെച്ചിട്ട് രഘുവംശം തുടങ്ങാനുള്ള കാരണം അതാണ്. സ്വരച്ചേർച്ച ഉണ്ടായിക്കോട്ടെ, കുഴപ്പമില്ല. അർത്ഥച്ചേർച്ച ഇല്ലാഞ്ഞാൽ മതി, അതുണ്ടായാൽ മതി. അർത്ഥച്ചേർച്ച ഉണ്ടായാൽ മതി, സ്വരച്ചേർച്ച ഇല്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഈ കാമത, സർവകാമത, ഇതിന് അനുസൃതമായിട്ടുള്ള ഇതേ അർത്ഥം വരുന്ന 1-2 നാമങ്ങൾ നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ളതാണ്. മുമ്പ് മീൻസ് ഒരു മേ ബി ഏതാണ്ട് ഒരു 300
നാമത്തിൻ്റെ ഇടയിൽ കണ്ടിട്ടുണ്ടാവും നമ്മൾ. കാമകൃത് എന്നും കാമപ്രദ എന്നും 2 വാക്ക് നാമങ്ങൾ. കാമഹ കാമകൃത് കാന്ത, ഓർമ്മയില്ലേ? കാമപ്രദ പ്രഭു. കാമഹ കാമകൃത് കാന്ത കാമപ്രദ പ്രഭു, ഓർമ്മ വന്നുണ്ടോ? അവിടെ നമ്മൾ വളരെ വിപുലമായിട്ട് കാമകൃത്ത് എന്നുള്ളതും കാമപ്രദ എന്നുള്ളതും വളരെ വിപുലമായിട്ട് വർണ്ണിച്ചിട്ടുണ്ട്, വ്യാഖ്യാനിച്ചിട്ടുണ്ട്. വർണ്ണിക്കല്ല, വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഭഗവാൻ അനുഗ്രഹിച്ച് സാധിച്ചു തരുന്ന എല്ലാ നമ്മളുടെ കർമ്മഫലങ്ങളാണ്, അത് മറക്കരുത്. നമ്മളുടെ പ്രാർത്ഥന കൊണ്ടോ ആഗ്രഹം കൊണ്ടോ എന്ത് കാരണം കൊണ്ടായാലും ശരി, നമുക്ക് ഭഗവാൻ നടത്തിത്തരുന്ന കാര്യങ്ങൾ നമ്മുടെ പ്രാർത്ഥന കൊണ്ടാവാം, ആഗ്രഹം കൊണ്ടാവാം, പലതും എന്തൊക്കെ റീസൺ ആയിക്കോട്ടെ, എന്തുകൊണ്ടായാലും ഭഗവാൻ അനുഗ്രഹിച്ച് സാധിച്ചു തരുന്ന നമ്മളുടെ എല്ലാം തന്നെ, നമുക്ക് കിട്ടുന്ന എല്ലാം തന്നെ, ചുറ്റുപാടായാലും ബന്ധുജനങ്ങളായാലും കുട്ടികളായാലും ധനമായാലും ധാന്യമായാലും സൗകര്യങ്ങളായാലും എന്തൊക്കെ നമുക്ക് കിട്ടുന്നുണ്ടോ അതെല്ലാം ഭഗവാനിൽ നിന്നാണ് വരുന്നത്. ഡെസ്റ്റിനേഷൻ അല്ല, സ്റ്റാർട്ടിങ് പോയിൻ്റ് അവിടെയാണ്. അവിടെ നിന്നാണ് നമുക്ക് ഓരോ പൈപ്പിലൂടെ ഇറങ്ങി അവസാനം നമുക്ക് എത്തുന്നത്. നമുക്കാണ് അതിൻ്റെ ഡെസ്റ്റിനേഷൻ. ഇവിടേക്ക് എത്താനുള്ളതാണത്, അത് ഇവിടെ എത്തും. മഞ്ഞിലാർക്കും ഒരു മാത്രയെങ്കിലും വന്നിടും വിധി വഴിക്കു തങ്ങുമോ എന്ന് ചോദിച്ചിട്ടില്ലേ? അപ്പോൾ നമുക്ക് കിട്ടാനുള്ളത് നമുക്ക് എത്തും, വളഞ്ഞു തിരിഞ്ഞിട്ടായാലും ഇവിടെ എത്തും. അത് ഡെസ്റ്റിനേഷൻ ഷുവർ. ആ വന്നിട്ടുള്ളത് എല്ലാം തന്നെ എന്താ? ഭഗവാനിൽ നിന്ന് വന്നിട്ടുള്ളത് നമ്മളുടെ കർമ്മഫലങ്ങളാണ്. ആരുടെ കർമ്മഫലങ്ങൾ? നമ്മുടെ കർമ്മഫലങ്ങൾ, ഭഗവാന്റെ അല്ല. മനസ്സിലാക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണത്. നമ്മളുടെ കർമ്മഫലമാണ്. അല്ലാണ്ട് ഭഗവാൻ സ്വയമായിട്ട് ഇഡ്ഡലിയും ദോശ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇങ്ങോട്ട് അയക്കണതല്ല. ഇഡ്ഡലിയും ദോശ ഒന്നും മെനു ഒന്നും ഭഗവാൻ തയ്യാറാക്കണ മെനു അല്ല, ഒക്കെ നമ്മളുടെ മെനുവാണ്. നമ്മളുടെ മെനു തഥാസ്തു എന്ന് പറഞ്ഞ് ഭഗവാൻ ഇങ്ങോട്ട് എത്തിക്കുന്നു. ഭഗവാൻ അപ്പം ചൂടാനും അട ഉണ്ടാക്കാനോ ഒന്നും നിൽക്കുന്നില്ല, ഒന്നും ഭഗവാന്റെ ജോലിയല്ല. എന്താണോ നിങ്ങൾ കൊടുത്ത മെനു അത് ഉണ്ടാക്കി തരും ഇങ്ങോട്ട്. അതിനുള്ള ഉപകരണങ്ങളൊക്കെ ഭഗവാന്റെ കയ്യിലുണ്ട്. നാം തന്നെ ആഗ്രഹിച്ചതും ചെയ്തു കൂട്ടിയതുമായ കർമ്മങ്ങളുടെ പരിണിത ഫലമാണ് ഭഗവാൻ നമുക്ക് തിരിച്ചു നൽകുന്നത്. തിരിച്ചു തരത്തക്ക രീതിയിലുള്ള കർമ്മഫലം പക്വമായിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് തിരിച്ചു തരുന്നു. അതിൽ ഭഗവാന്റെ കോൺട്രിബ്യൂഷൻ ഒന്നുമില്ല, ഭഗവാന്റെ ഓൺലി സിഗ്നേച്ചർ. പ്ലഗ് പോയിന്റ് എവിടെയൊക്കെ വെച്ചിട്ടുണ്ടോ അവിടെയല്ലേ ഇലക്ട്രിസിറ്റി വരുള്ളൂ. പ്ലഗ് പോയിന്റ് വയ്ക്കാത്തടത്ത് ഇലക്ട്രിസിറ്റി വരില്ലല്ലോ. എനിക്ക് ഇവിടെ ലൈറ്റ് വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചു, അവിടെ ഞാൻ പ്ലഗ് പോയിന്റ് വെച്ചു, അതിനനുസരിച്ചിട്ടുള്ള കർമ്മം ഞാൻ ചെയ്തു. അല്ലാണ്ട് ആഗ്രഹിച്ചുകൊണ്ട് കാര്യമുണ്ടോ? ഇവിടെ ഒരു ലൈറ്റ് ആയാൽ കൊള്ളാം എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക? അതാ ഇലക്ട്രീഷ്യൻ വന്ന് അങ്ങോട്ട് പ്ലഗ് പോയിന്റ് ഇടണം. ആ കർമ്മം നിങ്ങൾ ചെയ്യണം, ചെയ്യേണ്ട രീതിയിൽ ചെയ്യണം. വയറിങ്ങൊക്കെ ശരിക്കായിരിക്കണം. ഏത് വോൾട്ടിലുള്ള പവറാണോ അവിടെ വേണ്ടത്? 0 വോൾട്ടാണോ വേണ്ടത്? ഫ്ലോറസെൻ്റ് ആണോ വേണ്ടത്? 100 ആണോ വേണ്ടത്? 60 ആണോ വേണ്ടത്? ഇതൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം. അത് തീരുമാനിച്ചതനുസരിച്ച് ആ പ്ലഗ് പോയിന്റിലേക്ക് മെയിൻ സ്വിച്ച് ഓൺ ചെയ്താൽ പവർ വന്നേ പറ്റൂ. ആ ഇലക്ട്രിസിറ്റി എനിക്ക് വന്നേ പറ്റൂ. ആ പ്ലഗ് പോയിന്റ് അനുസരിച്ച് ഇലക്ട്രിസിറ്റി ഫലം നമുക്ക് തരുന്നു അല്ലേ? ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ എന്താ പ്രശ്നമുള്ളത്? ഭഗവാന്റെ നിയമം മനസ്സിലാക്കാൻ. അപ്പോൾ ഭഗവാൻ തരുന്നത് നമുക്ക് ഭഗവാന്റെ ആഗ്രഹം, നമ്മളുടെ ആഗ്രഹം കൊണ്ടും നമ്മുടെ കർമ്മം കൊണ്ടും. ആഗ്രഹം പ്ലസ് കർമ്മം. വെറുതെ ആഗ്രഹിച്ചുകൊണ്ട് കാര്യമില്ല, എന്തെങ്കിലും തോന്നിയ പോലെ കർമ്മം ചെയ്തിട്ടും കാര്യമില്ല. ഫലം മൊത്തമുണ്ടു ശുഭമായ കർമ്മമോ, ശുഭമായിട്ടുള്ള കർമ്മം ചെയ്യണം, വേണ്ട രീതിയിൽ കർമ്മം ചെയ്യണം, ആഗ്രഹിച്ചതിന് അനുസൃതമായിട്ട് കർമ്മം ചെയ്യണം. എനിക്കൊരു നല്ലൊരു ഡോക്ടറാവണം, അല്ലെങ്കിൽ എൻജിനീയറാവണം, അല്ലെങ്കിൽ ഒരു വക്കീലാവണം, ഒരു ആഗ്രഹം നമുക്ക് മനസ്സിലുണ്ട്. പക്ഷെ അതനുസരിച്ച് കുട്ടി പ്രയത്നിക്കണ്ടേ, പഠിക്കണ്ടേ?
ഇത് 4 പേരും നിന്ന് ഭക്ഷണവും കഴിച്ച് വെട്ടി വിഴുങ്ങി കിടന്നുറങ്ങി തലയും പിന്നെ കാല് നീട്ടി കൈയും മേപ്പിട്ട് വെച്ച് എനിക്ക് വക്കീലാവണം വക്കീലാവണം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് സ്വപ്നം കിടന്ന് കണ്ടാൽ കാണും വക്കീലാവുമോ? അതില്ലല്ലോ. അതിന് പരിശ്രമിക്കണം. കൊടുമുടി കയറണം എവറസ്റ്റ് എന്ന് അങ്ങോട്ട് ആഗ്രഹിച്ചാൽ മതിയോ? എന്തെല്ലാം സാധനങ്ങൾ നടത്തണതിന്. PT ഉഷയോടൊന്ന് ചെന്ന് ചോദിക്കൂ, എന്തെല്ലാം സാധനങ്ങൾ അവർ നടത്തിയിട്ടുണ്ട് നമ്പർ 1 ആവാൻ. ഫ്ലൈയിങ് ക്വീൻ വെറുതെ അങ്ങോട്ട് കിട്ടിയതല്ല, ഭഗവാൻ കൊടുത്തതല്ല. ആ സ്റ്റാറ്റസും ഫസ്റ്റ് റാങ്കും എന്നുള്ളത് ആരാ കൊടുത്തത്? അത് കൊടുത്ത ഭഗവാൻ തന്നെ, ഭഗവാന്റെ കാരുണ്യം തന്നെ. പക്ഷേ ബേസ്ഡ് ഓൺ വാട്ട്? എന്തായിരുന്നു അതിന് മാനദണ്ഡം? PT ഉഷയുടെ കർമ്മം തന്നെ, PT ഉഷയുടെ സാധനം തന്നെ. സച്ചിൻ തെണ്ടുൽക്കർ ഈ പേരും ഈ പ്രസിദ്ധിയൊക്കെ കിട്ടിയത് ഭഗവാന്റെ അനുഗ്രഹമല്ലേ? പക്ഷെ അത് അദ്ദേഹത്തിൻ്റെ കർമ്മം കൊണ്ട്, അദ്ദേഹത്തിൻ്റെ ആഗ്രഹവും ആഗ്രഹത്തിനനുസരിച്ചിട്ടുള്ള കർമ്മവും അല്ലേ? എവിടെയെങ്കിലും അതല്ലേ? ഭൗതിക ലോകത്തായാലും ശരി, ആധ്യാത്മിക ലോകത്തായാലും ശരി, ഇതന്നെയാണ് പരിണിത ഫലം. നമ്മളുടെ പ്രയത്നം നമ്മളുടെ ആഗ്രഹത്തിന് അനുസൃതമായിട്ട് നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഫലം വിചാരിച്ച പോലെ വരും. വിചാരിച്ച സമയത്ത്. സമയം മാത്രം നമുക്ക് നിർണ്ണയിക്കാൻ പറ്റില്ല. അവിടെയാണ് നമ്മളുടെ ബുദ്ധിമുട്ട്. അപ്പം അങ്ങോട്ട് കുത്തിയിട്ട് അപ്പം അങ്ങോട്ട് മുളയ്ക്കണം എന്ന് പറഞ്ഞാൽ പറ്റില്ല. അതിനൊരു മെച്യൂരിറ്റി ടൈമുണ്ട്, ഒരു പക്വത ടൈമുണ്ട്, കൂളിംഗ് ഓഫ് ടൈമുണ്ട്. ഇതൊക്കെ നമ്മൾ ലോകത്തിൽ എല്ലാറ്റിലും അംഗീകരിക്കാൻ തയ്യാറാണ്. ഇവിടെ വരുമ്പോഴേക്കാണ് നമുക്ക് ബഹളം. എന്താ അങ്ങനെ, ഭഗവാൻ എന്താ അങ്ങനെ, എനിക്ക് ബുദ്ധിയില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ആധ്യാത്മിക ആഗ്രഹങ്ങളും ഭൗതിക ആഗ്രഹങ്ങളും രണ്ടും ഉണ്ടാകും നമുക്ക്. നമ്മൾ ഗൃഹസ്ഥന്മാരാണ്, നമ്മൾ സന്യാസിമാരല്ല. ഗൃഹസ്ഥന്മാർക്ക് ഭൗതിക ആഗ്രഹങ്ങളുണ്ടാവും, ആധ്യാത്മിക ആഗ്രഹങ്ങളുള്ള ആൾക്കാരുണ്ടാവും. ചിലവർക്കത് ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? സംസാരികൾക്ക് ആധ്യാത്മിക ആഗ്രഹം ചിലവർക്കുണ്ടാവും, ചിലവർക്കുണ്ടാവില്ല. ഏത് ഡിഗ്രിയിലുള്ളതെന്നൊക്കെ അവരവർ തീരുമാനിക്കേണ്ടതാണ്. നമുക്കൊന്നും അതിന് ബാരോമീറ്റർ നമ്മുടെ അടുത്തില്ല. വേറൊരാളുടെ ആധ്യാത്മിക ലെവൽ അളക്കാൻ നമ്മളുടെ അടുത്ത് ഒരു ബാരോമീറ്ററും തെർമോമീറ്ററും ഇല്ല. അതൊക്കെ അവനവൻ തന്നെ അളക്കണം. അതൊക്കെ അവനവൻ്റെ കാര്യങ്ങളാണ്, പേഴ്സണൽ മാറ്റേഴ്സാണ്. എൻ്റെ അഭിപ്രായം ചോദിച്ചാൽ ഭാര്യയ്ക്കും ഭർത്താവിനും പോലും ഒന്നിച്ചൊരു ജോയിൻ്റ് അക്കൗണ്ട് പറ്റില്ലേ? ബാങ്കിലൊക്കെ ജോയിൻ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ഇത് മാത്രം പറ്റില്ല. ഈ വാസനകളൊക്കെ ഉണ്ടല്ലോ, അവനവൻ്റെ കർമ്മഫലത്തിനുണ്ടല്ലോ, താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ. ദാറ്റ്സ് ഓൾ. യാതൊരു മാറ്റവുമില്ല. അപ്പോൾ ഭൗതിക ആഗ്രഹങ്ങളും ആധ്യാത്മിക ആഗ്രഹങ്ങളും, ഈ 2 ആഗ്രഹങ്ങളും ധർമ്മത്തിന് അനുസൃതമായാൽ നമുക്ക് കൊള്ളാം. അത്രയേ ഉള്ളൂ. ധർമ്മത്തിന് അനുസൃതമാവണമെന്നൊന്നുമില്ല. അങ്ങനെ നിയമമൊന്നും പറഞ്ഞു വെച്ചിട്ടില്ല. ധർമ്മത്തിന് അനുസൃതമല്ലാത്ത കർമ്മം എനിക്ക് ചെയ്യാൻ പാടില്ലേ? ചെയ്യാം. അതിന് ഫലം ഭഗവാൻ തരില്ലേ? തരും. ഇതൊക്കെ ഭഗവാൻ ചെയ്യും. ധർമ്മത്തിന് അനുസൃതമായിട്ടുള്ള ഫലവും ഭഗവാൻ തരും. ധർമ്മത്തിന് അനുസൃതമാവാത്ത കർമ്മങ്ങൾ ചെയ്താൽ അതിനുള്ള ഫലവും ഭഗവാൻ തരും. യു ചൂസ്. എനിക്കത് മതി. ആരാ വേണ്ട പറഞ്ഞു? പക്ഷേ ധർമ്മത്തിന് അനുസൃതമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്തിട്ട് അതിൻ്റെ ഫലം സ്വീകരിക്കുന്നതാണ് നമുക്ക് ലോങ് ടേം നല്ലത്. എന്താ അങ്ങനെ പറയാൻ? അങ്ങനെ പറയാൻ വേറെ കാരണമൊന്നുമില്ല. ഭഗവാന്റെ നയം എന്താ? ഭഗവാൻ എന്ന് പറയുന്നത് ലോർഡ് ഓഫ് യൂണിവേഴ്സ്, ഈ ലോകത്തിനെ നയിക്കുന്ന ആളാണ് അല്ലേ? അത് നമുക്ക് യാതൊരു തർക്കമില്ലല്ലേ? ജഗൻ നിയന്താവ് നയിച്ചിടുന്നു. ആ നിയന്താവാണ് നമ്മളെ നയിക്കുന്നത്. അതിൽ യാതൊരു തർക്കമില്ല. നമുക്ക് തർക്കം ഉണ്ടെങ്കിൽ അത് ആദ്യം തീർത്ത് അതിനെ വലിക്കളഞ്ഞിട്ടാവാം നമുക്ക് മറ്റേത് തുടങ്ങല്. അങ്ങനെ തർക്കമൊന്നുമില്ലല്ലോ, വലിക്കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ആ ജഗൻ നിയന്താവിൻ്റെ ലക്ഷ്യം അല്ലെങ്കിൽ നയം എന്താണ്? വാട്ട് ഈസ് ഹിസ് ഡിക്ലെയർഡ് ഫിലോസഫി? വാട്ട് ഈസ് ഹിസ് ഡിക്ലെയർഡ് പോളിസി? വാട്ട് ഈസ് ഹിസ് ഡിക്ലെയർഡ് ഗോൾ? പറയൂ. അവതാര ലക്ഷ്യം എന്താ? ഇത്ര വേഗം മറന്നോ? പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ യദാ യദാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത.
അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. മനസ്സിലായില്ലേ? ധർമ്മ സംസ്ഥാപനമാണ് ഭഗവാന്റെ നയം, ഭഗവാന്റെ ലക്ഷ്യം, അല്ലേ? അപ്പം ആ ലക്ഷ്യത്തിന് അനുസൃതമായ നീക്കങ്ങൾ ആയാൽ നമുക്ക് ആ യാത്രയിൽ സുഖം ഉണ്ടാവും. ബിക്കോസ് ദിസ് ഡിക്ലെയർഡ് പോളിസി. ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് യൂണിയൻ ഗവൺമെൻറ് ഒരു പോളിസി ഡിക്ലെയർ ചെയ്തിട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് അതിനോടുകൂടി അനുകൂലിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ യാത്രയ്ക്ക് സൗഹൃദം ഉണ്ടാവില്ലേ? ഏയ് നിങ്ങളുടെ നിയമം എനിക്ക് ബാധകമല്ല, ഞാൻ അങ്ങനെയാണ് ചെയ്യാൻ പോകണം, ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോകേണ്ടി വരും. അതിലുള്ള ക്ലിഷ്ടതകളും ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾ സഹിക്കേണ്ടി വരും. ഈ വഴിക്കാണ് വരണമെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഇൻബിൽറ്റ് ബെനിഫിറ്റ്സും അഡ്വാൻറ്റേജസും ഒക്കെ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് ഈ വഴിക്ക് സുഖമായിട്ട് വരാം. അവിടെ ഹൈവേ ഉണ്ട്, ഒക്കെ ഉണ്ട്. മറ്റത് കുണ്ടനട് വഴിയും ടാറിടാത്ത ഒഴുക്കിയാവും നിങ്ങളുടെ റൂട്ട്. അത് പോണ ഇഷ്ടം പൊക്കോളൂ, നോ പ്രോബ്ലം. അതിന് നിങ്ങൾക്ക് ഫലം ഞാൻ തരാൻ തയ്യാറാണ്. ലുക്ക് അറ്റ് ഹിം. അങ്ങനെ ധർമ്മമല്ലാത്ത കർമ്മങ്ങൾ ചെയ്താൽ പോലും അതിനുള്ള കർമ്മഫലം കൂടി ഞാൻ തരാൻ തയ്യാറാണ്. ഐ വിൽ നോട്ട് വിഡ്രാ മൈസെൽഫ്, നോ ഐ വിൽ നോട്ട് സൈൻ ദിസ് ചെക്ക് എന്ന് ഞാൻ പറയില്ല ഒരു കാലത്തും. അപ്പോൾ ഒരു കമ്പൾഷനും ഇല്ല നമുക്ക്, നോ കമ്പൾഷൻ. എല്ലാവരും എൻ്റെ പിന്നാലെ വന്നോളൂ. ഐ ആം ദ ലോഡ്. ഞാനൊറ്റ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ല എന്നുണ്ടെങ്കിൽ, മൈ ചിൽഡ്രൻ, യു നോ വേർ വിൽ യു ഗോ? യു വിൽ ഗോ ടു ഹെൽ. യു വിൽ ബി എന്താ പറയുക, എന്താ പറയുക, ബാനിഷ്ഡ്. യു വിൽ ബി ഡാംഡ്. ഒന്നും ഭഗവാൻ പറഞ്ഞിട്ടില്ല. തൻ്റെ ഇഷ്ടം ഏത് വഴിക്കാച്ചാൽ പൊക്കോളൂ. ഞാൻ എൻ്റെ പോളിസി പറഞ്ഞു എന്നേ ഉള്ളൂ. അതെനിക്ക് പറയാനുള്ള അധികാരം എനിക്കില്ലേ? എൻ്റെ പോളിസി ഇതാണ്: ധർമ്മത്തിനെ സംരക്ഷിക്കുക, ധർമ്മത്തിനെ വീണ്ടെടുക്കുക, ധർമ്മം സ്ഥാപിക്കുക, ധർമാനുസൃതമായിട്ട് ജനങ്ങളെ നടക്കാൻ പഠിപ്പിക്കുക, അത്രയേ ഉള്ളൂ. അതിലിപ്പോൾ 2, 3, 10, 100 ആൾക്കാർ തിരിഞ്ഞിട്ട് എന്തിനാ ഇപ്പോൾ ധർമ്മത്തിൽ കൂടെ പോകണം, എന്തിനാ ധർമ്മത്തിൽ കൂടെ പോയില്ലെങ്കിൽ എന്താ ചെയ്യുക? എളുപ്പവഴി ഉണ്ടോ വേറെ? അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരില്ലേ? പെട്ടെന്ന് കിട്ടുന്ന കാര്യങ്ങൾ അല്ലേ? ഉള്ളൂർ പറയും പിങ്കളയിൽ, പൊന്നീനാൽ യജ്ഞവും യജ്ഞത്താൽ പുണ്യവും പുണ്യത്താൽ സ്വർഗവും എന്തിനാവോ ആണ് ചോദിക്കുക. മനസ്സിലായില്ലേ? തിങ്കളെ പ്രാപിക്കാൻ വന്ന ആൾക്കാർ ക്യൂവിൽ നിൽക്കുകയാണ്. ചാലവേ മുമ്പിൽ ഞാൻ എന്നോതി 416 നൽക്കലകൾ. 64 കലകളുള്ള സിദ്ധികളുള്ള മഹാമനുഷ്യന്മാർ കൂടി നിങ്ങളുടെ വീട്ടിന് മുമ്പിൽ കാവലാണ്. ക്യൂ 5 മണിക്ക് ചെന്ന് ബോംബെയിൽ പണ്ട് റെയിൽവേ ടിക്കറ്റ് ബുക്ക് ചെയ്യണ പോലെ മാസങ്ങൾ മുമ്പ് ചെന്നിരുന്ന് ടവലിട്ടിട്ട് ബുക്ക് ചെയ്യും. അതുപോലെയാണ് നിങ്ങളുടെ ഗേറ്റിൻ്റെ മുമ്പിൽ ആൾക്കാർ. ചാലവേ മുമ്പിൽ ഞാൻ എന്നോതി, ഞാൻ മുമ്പേ പറഞ്ഞിട്ട് ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ് ഗേറ്റിൽ. എന്തിനാ ക്യൂ നിൽക്കണേ? എന്തിനാടോ നമ്മുടെ ക്യൂ നിൽക്കണമെന്ന് വെച്ചപ്പോൾ അതിലൊരു കാരണപ്പാടി ചൊല്ലിയ പാട്ടത്. എടോ, പൊന്നീനാൽ യജ്ഞവും, തനിക്ക് കുറേ പൈസ ഉണ്ട് കയ്യിലല്ലേ? ആ പൈസ കൊണ്ട് താൻ എന്താ ചെയ്യാൻ പോണ്? യജ്ഞം കഴിക്കാനല്ലേ തൻ്റെ ഉദ്ദേശം? യാഗം കഴിക്കാൻ, യജ്ഞം കഴിക്കാൻ, ഇതൊക്കെയല്ലേ തൻ്റെ ധാർമ്മികമായിട്ടുള്ള വഴി കൂടെ പോകുമ്പോൾ താൻ ചെയ്യണം. അതെ, അതെന്തിനാ അങ്ങനെ കഴിക്കണം? അതോ പൊന്നീനാൽ യജ്ഞവും യജ്ഞത്താൽ പുണ്യവും, അത് പുണ്യം കിട്ടിച്ചിട്ട്. അതെയോ? പുണ്യം എന്തിനാ കിട്ടണം? എന്തിനാ എനിക്ക് പുണ്യം കിട്ടണമെന്ന് പറയണത്? എന്തെങ്കിലും ഫലം ഇല്ലാണ്ടിരിക്കില്ലല്ലോ പുണ്യം കിട്ടിയാൽ. പുണ്യം കിട്ടിയ എന്താ ഗുണം? പുണ്യത്താൽ സ്വർഗവും എന്തിനാവോ? താൻ ഈ പൈസയൊക്കെ കൊണ്ട് യജ്ഞങ്ങൾ യാഗങ്ങളെന്നൊക്കെ പറഞ്ഞ് ചിലവാക്കുന്നുണ്ട്. തിരുമേനിമാരെ വിളിച്ച് സ്ഥലം അന്വേഷിച്ച് 8-10 ദിവസം യാഗം നടത്തുക, യജ്ഞം നടത്തുക, എന്നിട്ട് പൈസ ചിലവാക്കുക. എന്തിന്? പുണ്യം കിട്ടാൻ. പുണ്യം ഡെപ്പോസിറ്റ് ചെയ്യുന്നത് എൻ്റെ അക്കൗണ്ടിൽ അല്ലേ? പുണ്യം കിട്ടിയിട്ട് എന്ത് ചെയ്യാനാ താൻ? സ്വർഗത്ത് പോകാൻ. അതാ ചോദിക്കണം. പുണ്യത്താൽ സ്വർഗവും എന്തിനാവോ? എന്തിനാ അവിടെ പോണം? അവിടെ ചെന്നാലത്തെ കഥ എന്താണെന്ന് വിചാരിച്ചിരിക്കണം. അപ്സരസുകളാണ് ചുറ്റുപാട് നിൽക്കുന്നത്. അപ്സര സ്ത്രീക്കെങ്കിൽ അതിനാണ് താൻ സ്വർഗത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ
ഇത്രയൊക്കെ പൈസ ചിലവാക്കിയിട്ട് കയ്യിലുള്ള പൈസ മുഴുവൻ ചിലവാക്കുക, യാഗങ്ങൾ കഴിക്കുക, യജ്ഞങ്ങൾ കഴിക്കുക, ബുദ്ധിമുട്ട്, ക്ലേശം, ബദ്ധപ്പാട്, ദേഹദണ്ഡം ഇതൊക്കെ അനുഭവിക്കുക. എന്നിട്ട് എന്തിനാ? പുണ്യനാൽ യജ്ഞവും യജ്ഞത്താൽ പുണ്യവും പുണ്യത്താൽ സ്വർഗവും എന്തിനാവോ? എന്തിനടോ? അപ്സര സ്ത്രീകളെ പുൽകാനാണെന്നുണ്ടെങ്കിൽ അവർ തന്നെ നാലുപൂർവ്വം വന്ന് നിന്ന് മേത്ത് തലോടി നിൽക്കാനുള്ള ഉദ്ദേശമാണത് എനിക്കുണ്ടെന്നുണ്ടെങ്കിൽ, അപ്സര സ്ത്രീക്കെങ്കിൽ ആ സ്ത്രീ താനല്ലേയോ നിൽപ്പതു കൺമുന്നിൽ കൈപ്പിടിയാൽ. ആ അപ്സര സ്ത്രീയല്ലോ ഇവിടെ നിൽക്കണ, അതല്ലേ ഇവിടെ. പിന്നെന്തിനാ അങ്ങോട്ട് പോണ്? വളഞ്ഞ മൂക്ക് പിടിക്കണമെന്നെന്തിനാ വളഞ്ഞിട്ട്? അപ്സര സ്ത്രീക്കെങ്കിൽ ആ സ്ത്രീ താനല്ലേയോ നിൽപ്പതു കൈമുന്നിൽ കൈപ്പിടിയിൽ. എൻ്റെ കൈപ്പിടിയിലല്ലേ അവിടെ നിൽക്കണം. ഒരു ഇത്ര ദൂരമേ ഉള്ളൂ, രണ്ടാളും കൂടി കഴിഞ്ഞാൽ എൻ്റെ ക്യൂ ആയി. എൻ ധനം പിന്നെ ചെന്ന് അങ്ങൂതൻ ചേരട്ടെ. അപ്പം എൻ്റെ ധനം ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ട് യാഗം ചെയ്യാൻ പോകണില്ല, യജ്ഞം ചെയ്യാൻ പോകണില്ല, തിരുവനിമാർക്ക് ദക്ഷിണ കൊടുക്കാൻ പോകണില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ പുണ്യം മേടിക്കാൻ പോകണില്ല. പുണ്യത്തിൻ്റെ കണക്ക് നോക്കണം. ആ പുണ്യം കിട്ടിയിട്ട് സ്വർഗത്തിൽ പോകണം. സ്വർഗത്തിൽ കിട്ടിയിട്ട് അവിടെ അവരുടെ ടേൺ അനുസരിച്ച് അപ്സരസുമാരെ എൻ്റെ അടുത്തേക്ക് അയച്ചു തരും. അപ്പോൾ അവരായിട്ട് റിസ്ക്കാൻ നിൽക്കണം. ഇതിനൊക്കെ എന്തിനാ പോണ്? അപ്സര സ്ത്രീക്കെങ്കിൽ ആ സ്ത്രീ താനല്ലേയോ നിൽപ്പതു കൈ മുന്നിൽ കൈപ്പിടിയിൽ. അതുകൊണ്ട് എന്തനം പിന്നെ ചെന്ന് അങ്ങൂതൻ ചേരട്ടെ. അതുകൊണ്ട് നേരിട്ട് ആൾക്കാർ കൊടുത്താൽ പോരെ, കയ്യിലെ പൈസ. എന്തിനാ യാഗം യജ്ഞമൊക്കെ ചെയ്യാൻ നിൽക്കണം? എന്തനം പിന്നെ ചെന്ന് അങ്ങൂതൻ ചേരട്ടെ. എന്തിനു വേണ്ടാത്ത ദിക്ഭ്രമണം. ദിക് ഭ്രമണം എന്ന് വെച്ചെങ്കിൽ സറൗണ്ട് ട്രാവൽ, സർക്കാമ്പുലേഷൻ. എന്തിനങ്ങനെ ആവശ്യമില്ലാത്ത ദിക്കിൽ കറങ്ങി തിരിയാണ്? എന്തിനാ ഈ വേൾഡ് ടൂർ കഴിക്കുന്ന ആവശ്യമില്ലാണ്ട്? മനസ്സിനെ എന്തിനാ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയൊക്കെ ശുദ്ധീകരിച്ച് യാഗം ചെയ്ത് യജ്ഞം ചെയ്ത് പുണ്യം സമ്പാദിച്ച് എന്തിനതൊക്കെ? നേരിട്ട് പൈസ കൊടുത്തു കഴിഞ്ഞാൽ അപ്സരസിൻ്റെ കൂടെ നിന്ന സൗകര്യമൊക്കെ കിട്ടിയില്ലേ അവിടെ? അപ്പോൾ എന്തനം പിന്നെ ചെന്ന് അങ്ങൂതൻ ചേരട്ടെ. എന്തിനു വേണ്ടാത്ത ദിഗ്ഭ്രമണം. അങ്ങനെയുള്ളവരുണ്ട്. അധാർമികമായിട്ടുള്ള വഴിയിൽ പൈസ ചിലവാക്കിയിട്ട് സുഖം സമ്പാദിക്കാൻ നോക്കുന്നവരുണ്ട്. സമ്പാദിച്ചോ, അതിൻ്റെ ഫലം കിട്ടും. അതിൻ്റെ ഫലം അടുത്ത ജന്മം നിനക്കറിയാം. ആർമാഹാവേശ്യയെ പുൽകുവോനപ്പാപി ശാൽമാലിയായിടും പിൻപിറപ്പിൽ. അടുത്ത ജന്മം തന്നെ എന്താ അറിയോ? ഒരു ഘോര ആരണ്യത്തിൽ പോയിട്ട് ശാൽമാലിയായിട്ട് ജനിക്കുന്നേ. അതാണ് ഈ കർമ്മഫലം. ഈ കർമ്മത്തിൻ്റെ ഫലം അതാണ്. ലക്ഷക്കണക്കിന് കൊല്ലം മരമായിട്ട് ഇങ്ങനെ കാട്ടിൽ വെയിലും മഴയും കൊണ്ട് നിൽക്കേണ്ടി വരും. ഇവൻ്റെ കർമ്മഫലോ? സ്വർഗത്തിൽ പോയതിൻ്റെ കർമ്മഫലോ? പുണ്യം കഴിഞ്ഞാൽ തിരിച്ചു പോരും. പിന്നെ എനിക്ക് പുണ്യം നേടാനോ അല്ലെങ്കിൽ ഈശ്വര സാക്ഷാത്കാരത്തിനോ ഞാൻ ഇവിടെ ലോകത്തിലെത്തുന്നു. കാരണം ഇവിടുന്നാണ് റോക്കറ്റിംഗ് പാഡ്. അപ്പോൾ ഈ ശാൽമാലയായിട്ട് പോയവൻ എത്ര കൊല്ലം കാത്തു നിൽക്കണം അവിടെ? അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വരുള്ളൂ. അപ്പോൾ കർമ്മഫലം അവനും കിട്ടിയില്ലേ? അവനും കിട്ടും. ഭഗവാൻ പറഞ്ഞു, ഞാൻ ആർക്കാച്ചാൽ അവരുടെ കർമ്മഫലം ഞാൻ കൊടുക്കും. വാട്ട് ഈസ് ഡ്യൂ ടു ദാം, ഐ വിൽ നോട്ട് കീപ്പ് എ പൈ. എനിക്ക് നിങ്ങളുടെ ദോശമാവോ ഇഡ്ഡലി മാവോ ഒന്നും വേണ്ട. എന്താ തന്നാച്ചാൽ അതുകൊണ്ട് ഉണ്ടാക്കിത്തരാം. അപ്പോൾ ഏത് മാർഗത്തിലൂടെ നമ്മൾ പോയാലും ഒന്ന് തീർച്ച, കാമത ഭഗവാനാണ്. ആ കാമങ്ങളെ സാധിച്ചു കൊടുക്കുന്നത് നല്ല വഴി കൂടെ പോയാലും ശരി, ദിഗ്ഭ്രമണം ഇല്ലാതെ നേരിട്ട് വഴി കൂടെ പോയാലും ശരി. അങ്ങനല്ലേ എളുപ്പം ഷോർട്ട് കട്ടിന് വേണ്ടി ആൾക്കാർ പലരും ശ്രമിക്കേ. ശരിയായി നടപ്പതിനു കൂലി ഹൗറിതൻ അരികത്തൊടുക്കമണയുന്നതില്ലയോ. ശരികേടുകൊണ്ട് അതുടനെ ലഭിപ്പതിൽ അതിലും കുറുക്കു വഴി മറ്റതല്ലയോ എന്ന് ചോദിക്കും. കുറുക്കു വഴി ഇതല്ലടോ. ശരിയായി നടപ്പതിനു കൂലി ഹൗറിതൻ അരികത്തൊടുക്കമണയുന്നതില്ലയോ. ശരിയായിട്ട് നമ്മൾ നടക്കുകയാണെന്നുണ്ടെങ്കിൽ യജ്ഞവും യാഗവും ഒക്കെ കഴിഞ്ഞ് എന്താ പറയുക, പുണ്യം എന്ന് പറഞ്ഞ സ്വത്ത് സമ്പാദിച്ച് അവിടെ പോയി കഴിഞ്ഞാൽ ഹൗറിമാരെ മീൻസ് അപ്സരസുകൾ നമ്മുടെ നേർക്ക് വരില്ലേ. ശരിയായി നടപ്പതിനു കൂലി ഹൗറിതൻ അരികത്തൊടുക്കം അണയുന്നതില്ലയോ. അവസാനം അവർ വരില്ലേ നമ്മുടെ കാക്കിലേക്ക്. ആ കാക്കിൽ അണയുന്നത് പോലെയുള്ള ഒരു അപ്സര സ്ത്രീ
ശരികേടുകൊണ്ട് അതുടനെ ലഭിപ്പതായി വരുകിൽ. ശരികേടായിട്ടുള്ളൊരു വഴി കൂടെ പോയിട്ട് അത് വേഗം ഇങ്ങോട്ട് കിട്ടുകയാണെങ്കിൽ കുറുക്കു വഴി മറ്റതല്ലയോ. ഇതല്ലടോ കുറുക്കു വഴി. ആ കുറുക്കു വഴി പൊക്കോള, കുറുക്കൻ്റെ വഴി കൂടെ നടക്കേണ്ടി വരും പിന്നെയെന്ന് മാത്രം അല്ലേ. അപ്പോൾ ഏതായാലും നന്മയായാലും തിന്മയായാലും ഏതും കർമ്മഫലം തരുന്നത് ആരാ? ഭഗവാൻ തന്നെ. കർത്തൃരാജ്ഞയാ പ്രാപ്യതേ ഫലം. കർത്താവിൻ്റെ ആജ്ഞ അനുസരിച്ചിട്ടാണ് നമുക്ക് ഫലം കിട്ടുന്നത്. ഇത് ബ്രഹ്മസൂത്രത്തിൽ പോലും പറഞ്ഞിട്ടുണ്ട്. ഫലമത ഉപപത്തേ. പരമാത്മാവിൽ നിന്നാണ് എല്ലാ ഫലവും നമുക്ക് കിട്ടുന്നത്. എല്ലാ ഫലവും നമുക്ക് കിട്ടുന്നത്. ഈ കർമ്മം ചെയ്യാനുള്ള ഫലം, കർമ്മം ചെയ്യാനുള്ള ബലം മനസ്സിന് ആരാ തരുന്നത്? ആഗ്രഹങ്ങളല്ലേ നമ്മളെ കൊണ്ട് കർമ്മം ചെയ്യിക്കുന്നത്. നമ്മളുടെ രാഗദ്വേഷങ്ങളല്ലേ, കാമവും രാഗവും അല്ലേ നമ്മളെ കൊണ്ട് കർമ്മം ചെയ്യിക്കുന്നത്. ആ കാമവും രാഗവും നമ്മളെ കൊണ്ട് കർമ്മം ചെയ്യിക്കാനുള്ള ശക്തി നമുക്ക് തരുന്നത് ആരാ? പറയൂ. ഭഗവാന്റെ എനർജി തന്നെയല്ലേ തരുന്നത്. ബലം ബലവതാം ചാഹം കാമരാഗ വിവർജിത ധർമാവിരുദ്ധോ ഭൂതേഷു കാമോസ്തി ഭരതർഷഭ. ഉറക്കെ കൂക്കി വിളിക്കല്ലേ ഭഗവാൻ 7-ാം അധ്യായത്തിൽ. ബലം ബലവതാം ചാഹം. ബലന്മാരിൽ വെച്ചിട്ട് ഞാൻ ബലമാണ്. ബലവാന്റെ ബലം ഞാനാണ്. കാമരാഗ വിവർജിതം. കാമരാഗങ്ങൾ വിവർജിച്ചവൻ്റെ ബലം ഞാനാണ്. ഞാൻ തന്നെയാണ് ആ ബലം. ധർമാവിരുദ്ധോ ഭൂതേഷു. ധർമ്മത്തിന് അവിരുദ്ധമായിട്ടുള്ള കാമം. കാമോസ്മി ഭരതർഷഭ. ബലം ഞാൻ ബലികൾക്കെല്ലാം കാമരാഗങ്ങൾ എന്നിയേ ധർമാവിരുദ്ധം ലോകത്തിൽ കാമം ഞാൻ ഭരതർഷഭ. അപ്പം ഞാൻ തന്നെയാണ്, സ്വയം ഞാനാണ് നിങ്ങൾ കയറി ഇരുന്നിട്ട് നല്ല കർമ്മങ്ങൾ നിങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്നത്. അതിൻ്റെ ഫലം തരുന്നത് ഞാൻ തന്നെയാണ്. നിങ്ങളുടെ അഹങ്കാരമാണ് നിങ്ങളെ കൊണ്ട് തെറ്റായിട്ടുള്ള വഴി കൂടെ ചെയ്യിപ്പിക്കുന്നത്. അതിൻ്റെ കർമ്മഫലവും ഞാൻ തന്നെയാണ് തരുന്നത്. ഞാനായിട്ട് നിങ്ങളെ കൊണ്ടൊരു ദോഷകർമ്മം ഞാൻ ചെയ്യിപ്പിച്ചിട്ടില്ല. നിങ്ങൾ നല്ല കർമ്മം ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ബിക്കോസ് അതെൻ്റെ ലക്ഷ്യമാണ്. കാമരാഗ വിവർജിതോ എന്നാണ് പറയുക. എന്താ ഈ കാമവും രാഗവും? കിട്ടാത്തതിനോടുള്ള ആഗ്രഹമാണ് കാമം. കിട്ടിയതിനോടുള്ള മമതയാണ് രാഗം. കിട്ടിയത് സൂക്ഷിക്കാനുള്ള വ്യഗ്രത രാഗം, കിട്ടാത്തതിനോടുള്ളത് കാമം. അതാണ് കാമവും രാഗവുമുള്ള വ്യത്യാസം. രണ്ടും ഒന്ന് തന്നെയാണ്. രണ്ടും ഓൾമോസ്റ്റ് ട്വിൻ ബ്രദേഴ്സാണ്. അപ്പം ജനങ്ങളിലിരിക്കുന്ന കാമത്തിനും രാഗത്തിനും ഭഗവാൻ പറയണു ശക്തി ഞാൻ തന്നെയാണ്. ആ കാമവും രാഗവും ധർമാനുസൃതമാണെങ്കിൽ അത് ഞാനാണെന്നുള്ള യാതൊരു സംശയവുമില്ല. പക്ഷേ ധർമാനുസൃതമല്ലെങ്കിലും ഞാൻ കാമം പ്രദാനം ചെയ്യും. കാമപ്രദ, സർവകാമത. അവൻ്റെ കാമത്തെ ഞാൻ ആഗ്രഹിപ്പിച്ചു കൊടുക്കും കർമ്മത്തിനനുസരിച്ചിട്ട്. അധർമ്മമാണെങ്കിലും ഇഫ് ദർ ഈസ് ഈവൻ എ മെത്തേഡ് ഇൻ മാഡ്നസ്, അധർമ്മമാണ് ചെയ്യുന്നത് ഉണ്ടെങ്കിലും അതിനൊരു സിൻസിയറിറ്റി വേണ്ടേ. ആ സിൻസിയറിറ്റിയോടുകൂടി അവൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ അധർമ്മത്തിനുള്ള ഫലം അവന് ഞാൻ കൊടുക്കും. ശാൽമാലിയായിട്ടോ എന്തെങ്കിലും ആയിട്ട് കൊടുക്കും. അവനെന്താ വിധിച്ചത് വെച്ചാൽ. ബട്ട് ദാറ്റ് ഈസ് അറ്റ് യുവർ റിസ്ക്. ധർമ്മമല്ലാത്ത കർമ്മം ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ വഴി ദുർഘടങ്ങളും മറ്റുള്ള യാത്രാക്ലേശങ്ങളും ഇറ്റ് ഈസ് അറ്റ് യുവർ റിസ്ക് മൈ ഡിയർ ബോയ്. ഇതാണെങ്കിൽ ദ പാത്ത് ഈസ് വെൽ ലെയ്ഡ്. നല്ല റോഡാണ്, അതിൽ അപകടങ്ങളൊന്നും ഉണ്ടാവില്ല. ധർമ്മമായിട്ടുള്ള വഴി കൂടെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ ഗ്യാരണ്ടി യുവർ സേഫ്റ്റി. ഞാൻ ഇൻഷുറൻസ് കവർ നിനക്ക് എടുത്തു തരാം. ഒരബദ്ധവും നിനക്ക് വരില്ല. നഹി കല്യാണകൃത് കശ്ചിത് ദുർഗതിം താത ഗച്ഛതി. ആയി കണ്ടില്ലേ, ഭഗവാന്റെ ഗ്യാരണ്ടി അവിടെയും തരുന്നു നമുക്ക്.
നഹി കല്യാണകൃത് കശ്ചിത് ദുർഗതിം താതാ ഗച്ഛതി. നന്മ ചെയ്യുന്നവൻ ഏതും താതാ ദുർഗതി വന്നിടാ. എന്തുകൊണ്ടാണ് നിനക്ക് അങ്ങനെ ഒരു പ്രിഫറൻസ് ഞാൻ തരുന്നത്? ബിക്കോസ് യു ആർ ഓൺ എ ലാർജർ ഗോൾ. ധർമ്മം നിലനിർത്തണം എന്നുള്ള കഴിവോട് കൂടിയിട്ടാണ് നീ പോകുന്നത്. എൻ്റെ ലക്ഷ്യമാണത്. ഇറ്റ് ഇസ് കോർപ്പറേറ്റ് ഗോൾ. അതിനുവേണ്ടി നീ പ്രവർത്തിക്കുകയാണ്. മറ്റവൻ്റെ സെൽഫിഷ് ഗോളാണ്. അത് അവൻ്റെ രാജ്യം നേരെയാവണം, അവൻ്റെ സ്റ്റേറ്റ് നേരെയാവണം, അല്ലെങ്കിൽ അവൻ്റെ വ്യക്തിത്വം നേരെയാവണം എന്ന് പറഞ്ഞാൽ അല്ലാണ്ട് രാഷ്ട്രം നേരെയാവണം എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടല്ല അവൻ്റെ പോക്ക്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ലോകത്തിലെ ധർമ്മം നിലനിൽക്കണമെന്നല്ല എൻ്റെ വിചാരം. എൻ്റെ വിചാരം എന്താ? അഹം വർദ്ധയ, ഭാര്യാവർദ്ധയ, പുത്രവർദ്ധയ. ബസ് ഞാനും ഭാര്യയും പുത്രന്മാരും പുത്രിമാരും സുഖമായിട്ടിരിക്കണം, അവർക്ക് ക്ഷേമം ഉണ്ടാവണം. അത് കൂടുതൽ നമുക്ക് ചിന്തയില്ല. അതുകൊണ്ടാണ് ഈ അധർമ്മങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത്. ഹൈലി ഈഗോയിസ്റ്റിക്, സെൽഫ് സെൻറ്റേഡ്. എൻ്റെ കാമം, എൻ്റെ ക്രോധം, ഇത് നിറവേറ്റണം. ആ ഭാവത്തോട് കൂടിയിട്ടാണെങ്കിൽ ഇറ്റ് ഈസ് യുവർ റിസ്ക്. ഞാൻ നിന്നോട് ചെയ്യേണ്ടെന്നൊരു കാലത്തും പറയില്ല. ഞാൻ ആരാ നിന്നെ കേൾക്കാൻ? എൻ്റെ വാസനകളാണത്, നീ ചെയ്തോ. പക്ഷേ എൻ്റെ പാത്ത്, അതിൻ്റെ വഴി ഐ കനോട്ട് ഗ്യാരണ്ടി. എൻ്റെ ഇഷ്ടപ്രകാരം നീ ചെയ്തോ, പക്ഷെ എൻ്റെ വഴി കൂടെ വന്നോ, അത് നടക്കില്ല. അത് പള്ളി പറഞ്ഞാൽ മതി, അത് നടക്കില്ല. അപ്പോൾ ആഗ്രഹത്തിന് അനുസൃതമായ കർമ്മം ചെയ്തില്ലെങ്കിൽ ആഗ്രഹം വലിക്കില്ല. അവിടെ ഭഗവാൻ കാമരാഗം ഖണ്ഡിക്കുന്നു. അവിടെയാണ് ഖണ്ഡിക്കുന്നത്. ആഗ്രഹത്തിന്, ധർമ്മ ആഗ്രഹമായാലും ശരി അധർമ്മ ആഗ്രഹമായാലും ശരി, അവനവൻ്റെ മനസ്സിലുള്ള ആഗ്രഹത്തിന് അനുസൃതമായിട്ടുള്ള കർമ്മം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ കർമ്മഫലം, വിചാരിച്ച കർമ്മഫലം കിട്ടില്ല. ഫലം മൊത്തമുണ്ട് ശുഭമായ കർമ്മമോ. മൊത്തം ഫലം കിട്ടണമെങ്കിൽ, ഫുൾ ഫലം കിട്ടണമെങ്കിൽ ശുഭമായിട്ടുള്ള കർമ്മം ചെയ്യണം. അല്ലെങ്കിൽ കിട്ടില്ല. അവിടെയാണ് സർവകാമത എന്നുള്ളത്, എല്ലാ കാമങ്ങളെയും ഖണ്ഡിക്കുന്നവൻ എന്ന് പറയുന്നത്, എല്ലാ കാമങ്ങളെയും പൂർത്തീകരിക്കാത്തവൻ. അവിടെയാണ് കുട്ടികൾ അധാർമികമായിട്ടുള്ള വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എനിക്കച്ഛാ ഒരു ഹെലികോപ്റ്റർ മേടിച്ചാൽ കൊള്ളാമെന്നുണ്ട്, സാധാരണ വീട്ടിലൊരു കുട്ടി പറഞ്ഞു വയ്ക്കുക, മേടിച്ചു കൊടുക്കുമോ? ഇല്ലല്ലോ. അതന്നെ സെയിം തിങ്. അപ്പം അങ്ങനെ അധാർമികമായിട്ടുള്ള കാര്യങ്ങളോ, അല്ല ഈവൻ അധാർമികമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടോ അതിനനുസരിച്ച് നീ കർമ്മം ചെയ്തു, അതിനനുസരിച്ച് ഫലം ഞാൻ തരാം. പക്ഷെ അവിടെയും നീ വേണ്ടത്ര കർമ്മം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, വേണ്ടത്ര മോശക്കാരനായില്ല എന്നുണ്ടെങ്കിൽ ആ മോശഫലവും എനിക്ക് കിട്ടില്ല. വേഴ്സ് ദാൻ ദാറ്റ്. മോശാതി മോശവും. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഈ നാമത്തിൻ്റെ ആകത്തുക എടുക്കുകയാണെങ്കിൽ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? എന്താ കിട്ടിയത് വെച്ചാൽ അത് പ്രസാദമായിട്ട് വാങ്ങിച്ചോളൂ. വേറെ നമുക്ക് യാതൊന്നും പറയാനില്ല. മനസ്സിലായോ? ഒന്നും നമുക്ക് അതിൽ പറയില്ല. നമ്മളുടെ കർമ്മത്തിൻ്റെ ഫലം അനുസരിച്ചിട്ടുള്ള ഫലം ഭഗവാൻ തരും. ഇറ്റ് ഈസ് ലോ ഓഫ് കർമ്മ. ഭഗവാനും അതിൽ ഇടപെടാൻ പറ്റില്ല. എനിക്കത് തന്നേ പറ്റൂ. അപ്പോൾ എന്താ കിട്ടിയേച്ചാൽ, ഞാൻ വിചാരിച്ചതിനേക്കാൾ കൂടുതലായി കിട്ടിയേച്ചാൽ എൻ്റെ കർമ്മം വിചാരിച്ചതിനേക്കാൾ കേമായി. ഞാൻ വിചാരിച്ചത്ര കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ കർമ്മം അത്ര ശരിയായില്ല, കുറച്ച് മോശമായി. ഞാൻ വിചാരിച്ച പോലെ തന്നെ എനിക്ക് കിട്ടിയെന്ന് വെച്ചെങ്കിൽ നീ ചെയ്യേണ്ട കർമ്മം ചെയ്യേണ്ട പോലെ ചെയ്തു. മൂന്നായാലും ഭഗവാന്റെ പ്രസാദം തന്നെയാണ്. അതുകൊണ്ട് ഭഗവാൻ തോക്ക് തന്നല്ലോ, ഇതിനൊന്നും ഞാൻ അർഹനല്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ ഇതൊന്നും എടുക്കാൻ പാടില്ല, അതെല്ലാം കൊണ്ട് ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ കൊണ്ടിടാൻ പോവുക. വെട്ടിത്തരം ചെയ്യരുത്. ഇനി കിട്ടാത്ത കാര്യത്തിനെ കുറിച്ച് ആഗ്രഹിക്കരുത്. നോക്കൂ, ഭഗവാൻ അവന് വാരി കൊടുത്തത് എന്ത് ചെയ്തിട്ടവൻ എനിക്ക് കണ്ടോ? കാണണമെന്നില്ലേ? അയാൾക്ക് എന്തൊക്കെ കൊടുത്തു അതും പറയണ്ട.
വളരെ ആത്മാർത്ഥത്തോട് കൂട്ടി ഭഗവാനെ ഇതിനൊന്നും ഞാൻ അർഹനല്ലല്ലോ, എന്തിനാ ഭഗവാൻ ഇതൊക്കെ എനിക്ക് തന്നേ, ഇതൊക്കെ ഞാൻ ആടന തരിക എന്ന് പറഞ്ഞിട്ട് ഭഗവാനെ നിന്ദിക്കരുത്. ഗുരുവായൂർ അമ്പലത്തിൽ എന്താ പറയുക, ഭണ്ഡാരത്തിൽ കൊണ്ടിടരുത്. അനുഭവിക്കൂ. ഭോഗത്തിനായിക്കൊണ്ടു കാക്ഷിക്കയും വേണ്ട, ഭോഗം വിധിഹിതം വർജിക്കയും വേണ്ട. എത്ര ഭംഗിയായിട്ട് എഴുത്തച്ഛൻ പറഞ്ഞിട്ടുണ്ട്. ഭോഗത്തിനായി കൊണ്ടു കാക്ഷിക്കയും വേണ്ട, ഭോഗം വിധിഹിതം വർജിക്കയും വേണ്ട. കർമ്മണ്യേവ അധികാരസ്ഥേ, കർമ്മം ചെയ്യാനുള്ള അധികാരം മാത്രമേ നിനക്കുള്ളൂ. മാ ഫലേഷു കഥാചന, കർമ്മം ചെയ്യാനുള്ള ധർമ്മം മാത്രമേ നമുക്കുള്ളൂ. ആ കർമ്മത്തിനെ ഫലിപ്പിക്കുന്ന ദൈവകൃത്യാണ്. ദാറ്റ് ഈസ് ഹിസ് പോർട്ട്ഫോളിയോ. ഹു ആർ വി? അതിൽ കിടന്ന് കൈയിടണം എന്തിനാ? നമ്മളുടെ കർമ്മം നന്നായിട്ടുണ്ടോ നന്നായിട്ടില്ലേ നമ്മളല്ല തീരുമാനിക്കാൻ. എന്തെല്ലാം എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് കിടന്ന് കളിക്കുന്നുണ്ട്. ഞാൻ ചെയ്തൊരു കർമ്മം ശുഭമാണോ അല്ലേന്ന് അറിയാനായിട്ട്. യു ആർ നോബഡി ടു ജഡ്ജ്. നമുക്ക് എന്തറിയാം ഈ ലോകത്തിന്? അതുകൊണ്ട് ടേക്ക് വാട്ട് ഈസ് ഗിവൺ. ഡോണ്ട് എക്സ്പെക്ട് എനിത്തിങ് മോർ. ഡോണ്ട് ഗിവ് അവേ വാട്ട് യു ഹവ് ഗോട്ട് മോർ. ഭോഗത്തിനായി കൊണ്ട് കാക്ഷിക്കുകയും വേണ്ട. അതിനെക്കുറിച്ച് വേവലാതിപ്പെടണ്ട. കിട്ടുമ്പോൾ കിട്ടട്ടെ. ഭോഗം വിധിഹിതം വർജിക്കുകയും വേണ്ട, അതിനെ വർജിക്കും വേണ്ട. അതാണ് സർവകാമത. ലളിതാ സഹസ്രനാമത്തിലും കാണാതെ കേട്ടോ, കാമാക്ഷി കാമദായിനി എന്നൊരു നാമുണ്ട് തുടക്കത്തിൽ സഹസ്രനാമത്തിൽ. ഓർമ്മയുണ്ടാവും ഇല്ലേ? കാമാക്ഷി കാമദായിനി. കമർദ്ദനി എന്താണ് ഒന്നും കൂടി ഉണ്ടല്ലോ. കബർദിനി കലാമാല കാമധുക് കാമരൂപിണി. കാമധുക്, ഒരു കാമധേനുവിനെ പോലെ എന്താഗ്രഹിച്ചാലും അത് തരുന്നവളാണ് ദേവി എന്നർത്ഥം. കാമധുക് കാമരൂപിണി. കാമധുക് അത് അതിലുണ്ട്. ഓക്കെ, അപ്പം നാമം അങ്ങനെ നിൽക്കട്ടെ. അടുത്ത നാമം ആശ്രമ. ആശ്രമം എന്ന് വെച്ചെങ്കിൽ വിശ്രമസ്ഥാനം എന്നർത്ഥം. വിശ്രമസ്ഥാനമായിട്ടുള്ളത് ഒരു റെസ്റ്റ് ഹൗസ് അല്ലെങ്കിൽ ഒരു ലക്ഷ്യം. ഇപ്പം ഈ സംസാരം എന്ന് പറയുന്ന ഒരു കൊടുങ്കാട്ട് വിചാരിക്കുക. കൊടുങ്കാടാണത്. ആൾക്കാർ പല സമുദ്രമായിട്ട് പറയും, കാടായിട്ട് പറയും, പലതായിട്ടും പറയും. അപ്പോൾ ഒരു സംസാരം എന്ന് പറഞ്ഞാൽ ഒരു കൊടുങ്കാടാണ്, ഒരു വലിയൊരു ആരണ്യാണ് സംസാരികൾക്ക്. അതിൽ അലഞ്ഞ് തിരിഞ്ഞ് ഇടയ്ക്ക് ദീനം, ഇടയ്ക്ക് ദുഃഖം, ഇടയ്ക്ക് നിരാശ, ഇങ്ങനെയുള്ള കല്ലും മുള്ളും ചെടികളൊക്കെ ചവിട്ടി കാല് നൊന്ത് നിൽക്കുന്നത് പോലെ മനസ്സ് നൊന്നിട്ട് വശം കെട്ടവരായിട്ട് അവസാനം ആർത്തനായ ഭാവത്തോടു കൂടി ഭഗവാനെ ശരണം പ്രാപിച്ച് കഴിയുമ്പോൾ ആ സമയത്ത് വരും ഗുരുവായൂരപ്പൻ, സംശയിക്കേണ്ട. ശാന്തിയുടെ ഒരു കുളിർക്കാറ്റായിട്ട് ഇങ്ങനെ ഒരു തന്നിൽ വീശണ പോലെ തോന്നും. അയ്യോ ഭഗവാനെ, എന്താ ഞാൻ ചെയ്യുക? എല്ലാം ഞാൻ ചെയ്തല്ലോ, എന്തൊക്കെ ദുരിതങ്ങൾ അനുഭവിച്ചു, എന്തൊക്കെ ദുഃഖങ്ങൾ അനുഭവിച്ചു, എത്ര കാലമാണ് ഭഗവാൻ ഇതിങ്ങനെ എന്നൊക്കെ. ആരും ശരണാഗതി ഇല്ലാത്തവർ ഭഗവാനെ മാത്രം ചിന്തിച്ച് ഒരു രാത്രി കഴിച്ചു കൂട്ടുന്ന ആൾക്കാർക്ക് അന്ന് വരും ഗുരുവായൂരപ്പൻ. ഒരു കാറ്റ് രൂപത്തിൽ, മന്ദമാരുത രൂപത്തിൽ, ഒരു കൂൾ ബ്രീസ്. ഏയ് ഞാൻ പടി ഉണ്ടല്ലോ, ഉണ്ണി വേണ്ട, ഇനി പേടിക്കണ്ട, ഇത് ഞാൻ പടയുണ്ട്, പോവാ, വീട്ടിലേക്ക് പോവാ എന്നാണ്. ആരണ്യത്തിൽ നിന്ന് നമ്മളെ പിടിച്ചുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോകും. പിന്നെ അവിടെ നിർത്തില്ല എന്നുള്ളത്, നേരെ കൊണ്ടുപോവാ, പോവാ, മതി, എൻ്റെ ഉണ്ണി വളരെയധികം ബുദ്ധിമുട്ടിയെന്നാക്കി തോന്നല്ലേ, മുള്ളും കല്ലൊക്കെ ചവിട്ടിയിട്ട് സാരമില്ല, ഇങ്ങോട്ട് വാ, ഇനി ഇതിനൊന്നും നിൽക്കണ്ട, ഇല്ലാതെ വീട്ടിലേക്ക് പോരെ എൻ്റെ കൂടെ. ഇല്ലേ, എന്തൊരു ഭാവം നോക്കൂ.
അങ്ങെത്ര കല്ലിലും മുള്ളിലും കാൽ വെച്ചു ഞങ്ങൾക്കു നേർവഴി കാട്ടിത്തന്നു. സീതയെക്കുറിച്ച് പറയണം ഉള്ളൂര്. അങ്ങ് എത്ര കല്ലിലും മുള്ളിലും കാൽ വെച്ചിട്ടാണ് ആ കാട്ടുകൂടെ നടന്നിട്ട് ആ ധാർമ്മിക യാത്ര ഞങ്ങൾക്ക് കാണിച്ചു തന്നത്. ഇതാണ് വഴി. ഭർത്തൃധർമ്മം, ഭാര്യാധർമ്മം എന്ന് പറഞ്ഞാൽ ഇതാണ് എന്ന് എന്തെല്ലാം ബുദ്ധിമുട്ടി കല്ലിലും മുള്ളിലും കാല് വെച്ചിട്ടാണ് അങ്ങ് ഞങ്ങൾക്ക് നേർവഴി കാട്ടിത്തന്നത്. അപ്പം അത് ആണ് ആശ്രമ എന്ന് പറയുന്നത്. പിന്നെ ഇങ്ങോട്ട് വരവില്ല. ഈ പറഞ്ഞ രീതിയിൽ ജീവരാശികൾ ദുഃഖിക്കാതിരിക്കാനായിട്ട് വ്യവസ്ഥ ചെയ്ത ഒരു പദ്ധതിയാണ് ചതുരാശ്രമങ്ങൾ. അവർക്ക് ജീവിതത്തിൽ സുഖമായി വസിക്കണം, ബുദ്ധിമുട്ടരുത്, സംസാരം വേണം. ഇനി അങ്ങനെയുള്ളവരുണ്ടാവില്ലേ? സന്യാസി മാത്രമാവില്ലല്ലോ, സംസാരക്കാരും ഇല്ലേ അധികം, പോപ്പുലേഷൻ അവരല്ലേ കൂടുതൽ. അവർക്ക് സുഗമമായിട്ടുള്ളൊരു വഴി കൂടെ പോകാൻ എന്താ വഴി? ചതുരാശ്രമങ്ങൾ: ബ്രഹ്മചര്യം, ഗാർഹ്യസ്ഥം, വാനപ്രസ്ഥം, സന്യാസം. യാത്രാക്ലേശം കുറയ്ക്കാനുള്ള റൂട്ട് ഈ റൂട്ട് കൂടെ പോയാൽ മതി. ബ്രഹ്മചര്യം വേണ്ട സമയത്ത് ബ്രഹ്മചര്യം എടുക്കുക, അത് കഴിഞ്ഞിട്ട് ഗൃഹസ്ഥത്തിലേക്ക് ചാടുക, ഗൃഹസ്ഥനായിട്ട് കുറച്ച് കാലം കഴിക്കുക. ഇതൊന്നും പെർമനൻ്റ് അല്ല എന്ന് ബ്രഹ്മചാരിക്ക് മനസ്സിലാവണം. ഗൃഹസ്ഥനും മനസ്സിലാക്കണം, ഇത് പെർമനൻ്റ് അല്ല, എൻ്റെ സ്റ്റേറ്റ് മാറും, എൻ്റെ സ്റ്റാറ്റസ് മാറും. എന്നിട്ട് വാനപ്രസ്ഥത്തിലേക്ക് പോവുക, വാനപ്രസ്ഥത്തിൽ നിന്ന് സന്യാസത്തിലേക്ക് പോവുക. അതാണ് അതിൻ്റെ റൂട്ട്. ഓരോരോ സമയത്ത് നമ്മൾ ഉടുക്കേണ്ട വസ്ത്രങ്ങളാണ്. ഈ സമയത്ത് ഈ യാത്രയ്ക്ക് ഈ ഡ്രസ്സ് മതി കേട്ടോ. അവിടുന്ന് അങ്ങോട്ട് കുറച്ച് കയറ്റാം, ആ കയറ്റം കയറുമ്പോഴേ നീ ഈ ഷൂ ഇട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ ഇറക്കത്തിൽ സൂക്ഷിക്കണം, ഈ ഷൂ മാറ്റണം, വേറെ ക്യാൻവാസ് ഷൂ തരാം അമ്മാമ്മ, ആ ക്യാൻവാസ് ഷൂ നീ ഇട്ടോ. അപ്പോൾ മുണ്ട് ഇട്ടണ്ട, അപ്പോൾ പാൻറ് ഇട്ടാൽ മതി, അല്ലെങ്കിൽ ജീൻസ് ഇട്ടോ. ഇങ്ങനെ ഓരോരോ ജോഗ്രഫിക്കൽ ആൻഡ് ക്ലൈമാറ്റിക് കണ്ടീഷൻസ് അനുസരിച്ച്, മാനസികമായിട്ടുള്ള ജോഗ്രഫിക്കൽ ആൻഡ് ക്ലൈമാറ്റിക്, അല്ലാണ്ട് ഫിസിക്കലല്ല. അതനുസരിച്ച് നീ ജീവിതത്തിൽ സഞ്ചരിക്കുമ്പോൾ നിനക്ക് വേണ്ടത്ര ഉണർവും ആരോഗ്യവും മാനസിക സ്റ്റെബിലിറ്റിയും എല്ലാം കിട്ടാൻ വേണ്ടിയിട്ട് ഈ 4 ആശ്രമങ്ങളാണ് ഞാൻ പറഞ്ഞിരുന്നത് നിങ്ങൾക്ക്. ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം. രഘുവംശത്തിൽ തുടക്കത്തിൽ തന്നെ കാളിദാസൻ പറയുന്ന ശ്ലോക, രഘുമഹാരാജാക്കന്മാർ എങ്ങനെയായിരുന്നു വളർന്നിരുന്നതെന്ന്. ഇതിനനുസൃതമായിട്ട് വളർന്നിരുന്നവർ രഘുവംശത്തിലെ എല്ലാ രാജാക്കന്മാരും. ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല രഘുവംശത്തിൽ രാജാക്കന്മാർ. ശൈശവേഭ്യസ്തവിദ്യാണം യൗവനേ വിഷയൈഷിണാം വാർദ്ധക്യേ മുനിവൃത്തീനാം യോഗാനന്ദേ തനുത്യജം. ശൈശവേഭ്യസ്തവിദ്യാണം, ശൈശവകാലത്ത് വിദ്യ അഭ്യസിക്കുക, പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ പഠിക്കുക. യൗവനേ വിഷയൈഷിണാം, യൗവനായാൽ ലോകം അനുഭവിക്കുക, എൻജോയ് ദ വേൾഡ്, ആട്ടിച്ച് പൊളിക്കുക, തല്ലിപ്പൊളിയായിട്ട് ജീവിക്കേണ്ട, അടിപൊളിയായിട്ട് ജീവിക്കുക. വാർദ്ധക്യേ മുനിവൃത്തീനാം, ഉച്ചൊക്കെ വയസ്സായാൽ കൺട്രോൾ യുവർ സെൽഫ്, ശബ്ദം സംസാരിക്കണമെന്ന് കുറയ്ക്കുക, മുനിയാവുക, മൗനിയാവുക, അധികം ഒച്ചപ്പാടില്ലാണ്ടിരിക്കുക, ആക്ടിവിറ്റീസൊക്കെ ഒന്ന് കുറയ്ക്കുക, മെല്ലെ സ്റ്റെപ്പ് ഡൗൺ. വാർദ്ധക്യേ മുനിവൃത്തീനാം യോഗാനന്ദേ തനുത്യജം, ഭഗവാനായിട്ട് അവസാനം യോജിച്ചിട്ട് ശരീരം വിട്, അതൊക്കെ പഞ്ചഭൂതങ്ങൾക്ക് വിട്ടുകൊടുക്കുക, ഭഗവാന്റെ കൂടെ അങ്ങോട്ട് പൊക്കോളൂ, ഭഗവാനായിട്ട് യോജിച്ചിട്ട് അങ്ങോട്ട് പൊക്കോളൂ. യുജ് യോഗ, യോഗാനന്ദേ അന്തം, അവസാനത്തിൽ യോഗസിദ്ധിയിൽ ഭഗവാനായിട്ട് അങ്ങോട്ട് ചേരൂ. എന്തൊരു ഗോൾഡൻ പാത്താ നോക്കൂ അല്ലേ. ശൈശവേഭ്യസ്തവിദ്യാണം യൗവനേ വിഷയൈഷിണം വാർദ്ധക്യേ മുനിവൃത്തീനാം
യോഗാനന്ദേ തനുത്യജം. ലോകം ഒഴിവാക്കാൻ എവിടെ പറഞ്ഞിരിക്കണം? അവിടെ സുഖിക്കണ്ടെന്ന് എവിടെ പറഞ്ഞിരിക്കണം? എല്ലാ സമയത്തും സന്യാസിയായിട്ടിരിക്കാൻ എവിടെ പറഞ്ഞിരിക്കണം? ഒന്നും പറഞ്ഞിട്ടില്ല. അതാത് സ്റ്റേജിൽ അതാത് ചെയ്യേണ്ട കർമ്മങ്ങൾ നീ ചെയ്യുക. ബാല്യത്തിലാ വിദ്യകൾ അഭ്യസിച്ചും താരുണ്യമായാൽ അതിനെ സുഖിച്ചും. ശൈശവേഭ്യസ്ത വിദ്യാണാം. ബാല്യത്തിലാ വിദ്യകൾ അഭ്യസിച്ചും യൗവനേ വിഷയേഷിണാം. താരുണ്യമായാൽ അതിനെ സുഖിച്ചും. വാർദ്ധക്യേ മുനിവൃത്തീനാം. വാർദ്ധക്യമായാൽ മുനിയായി കഴിച്ചും. യോഗാനന്ദേ തനുത്യജം. ദേഹത്തെ യോഗാൽ ഒടുവിൽ ത്യജിക്ക. ജോയിൻ ഹിം. ഭഗവാനായിട്ട് സായുജ്യം പ്രാപിക്കുക. ഒന്നാവ്. മെർജ് വിത്ത് ഹിം. അപ്പോൾ ഓരോരോ യാത്രക്കാർക്കും ഓരോരോ ആഗ്രഹങ്ങളുണ്ട് അല്ലേ? ലക്ഷ്യം വെച്ച് പോകുന്നവർക്ക് ഓരോരുത്തർ ഭഗവാനെ തന്നെയാണ് ലക്ഷ്യം എന്നുണ്ടെങ്കിലും ഓരോരോ ആഗ്രഹം കൊണ്ടിട്ടാണ് ഓരോരുത്തർ പോകണം. ഓരോരുത്തരുടെ എന്താ പറയുക, കുട്ടിച്ചാക്ക് കയ്യിലുണ്ട് ആഗ്രഹങ്ങൾ. ആഗ്രഹം വെച്ചിട്ടാണ് ഭഗവാന്റെ അടുത്തേക്ക് പോകണത്. ഞാൻ പറഞ്ഞില്ലേ 4 പെട്ടി. ഗുരുവായൂർ അമ്പലത്തിൽ 4 പെട്ടി വെച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ, 4 ഭണ്ഡാരങ്ങൾ. പൈസയിലുള്ള ഭണ്ഡാരമല്ല, അത് ഉള്ളിലാണ്. നാലമ്പലത്തിൻ്റെ എന്താ പറയുക, ശ്രീകോവിലിൻ്റെ ഉള്ളിലാണ് ആ 4 പെട്ടി വെച്ചിരിക്കുന്നത്. അത് ഭഗവാന് മാത്രമേ പെട്ടി കാണുള്ളൂ, ഭക്തന്മാർക്കും. വേറെ ദേവസ്വക്കാർക്കൊന്നും അത് കാണാൻ പറ്റില്ല. ആർത്തി ജിജ്ഞാസു അർത്ഥാർത്ഥി ജ്ഞാനീ ച നരചർഷഭ. ആർത്തികളായിട്ട് വരുന്നുണ്ട് ദുരിതം പറഞ്ഞിട്ട്. ആത്രത്രാണ വരായണ എന്ന് പറഞ്ഞിട്ട് ദുരിതം, ക്ലേശം പറഞ്ഞിട്ട് വരുന്നുണ്ട് ആൾക്കാർ. എന്താണ് ഈ വിവരം എന്ന് അറിയണല്ലോ. ക്യൂറിയസ്. ജ്ഞാനി എന്താണ്? ജിജ്ഞാസു. എന്താ ഉള്ളിൽ വേറെ അറിയാം. ആൾക്കാരിങ്ങനെ പറയണ്ടേ കൃഷ്ണൻ 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 എന്ന്. അതിന് ആ വളക്ക് കാണുന്നോട് തന്നെയാണോ കൃഷ്ണൻ? അങ്ങനെ ജിജ്ഞാസുമായിട്ട് പല ആൾക്കാരും പുറത്തുനിന്ന് നോക്കിപ്പോണ്ട്. അർത്ഥാർത്ഥി, പൈസയ്ക്ക് വേണ്ടി വരുന്നുണ്ട്. ഭഗവാനെ 500 കിട്ടിയ 250 ഭഗവാൻ കേട്ടോ. അങ്ങനെ കോൺട്രാക്റ്റായിട്ട് വരേണ്ട ആൾക്കാർ. ജ്ഞാനീച, അറിവിന് വേണ്ടി വരേണ്ട ആൾക്കാർ. എല്ലാവർക്കും ഭഗവാൻ ആശ്രയം കൊടുക്കും. ആർത്തിക്ക് ആർത്തി, ജ്ഞാനിക്ക് ജ്ഞാനി, അർത്ഥിക്ക് അർത്ഥി, ജിജ്ഞാസുവിന് അറിവ്. എല്ലാവർക്കും കിട്ടും. ഇപ്പോൾ ഈ വിഷ്ണു സഹസ്രനാമം നമ്മൾ ക്ലാസ്സിൽ ഇരിക്കുന്നില്ലേ, കേൾക്കണില്ലേ നിങ്ങൾ? ഇതങ്ങോട്ട് കഴിഞ്ഞാണ്ടല്ലോ, 1000 ശ്ലോകങ്ങൾ 1000 നാമങ്ങൾ അങ്ങോട്ട് കഴിഞ്ഞാൽ ഇതിൽ പങ്കുചേർന്ന് എല്ലാവർക്കും ബമ്പറടിക്കാൻ പോവുക. ലോട്ടറി. ആ, എല്ലാവരും മനസ്സിൽ ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലേ വിഷ്ണു സഹസ്രനാമം വായിക്കുമ്പോൾ? പറയണ എനിക്കുണ്ട് ആഗ്രഹങ്ങൾ. ഭഗവാനെ എങ്ങനെയെങ്കിലും ഈ 1000 നാമം ഒന്ന് ഭഗവാന്റെ കഴിച്ച് തന്നു കഴിഞ്ഞാൽ ഇന്നത് വേണം ഇന്നത് വേണം ഇന്നത് വേണം. ഇല്ല, ലിസ്റ്റ് കയ്യിലുണ്ടാവില്ല. എൻ്റെ എല്ലാവരുടെ കയ്യിലുണ്ടാവും. അപ്പം ആ ആഗ്രഹത്തിന് അനുസൃതമായിട്ടുള്ള സിൻസിയറിറ്റിയോട് കൂടിയിട്ടാണ് നമ്മളിത് കേൾക്കുന്നതെന്നുണ്ടെങ്കിൽ, ഞാനിത് പറയുന്നതെന്നുണ്ടെങ്കിൽ, അതിലൊരു ലോഭം വരുത്താതെ വളരെ സിൻസിയറായിട്ട്, വളരെ മെറ്റിക്കുലസായിട്ട്, വളരെ ആത്മാർത്ഥമായിട്ട്, ഓണസ്റ്റായിട്ട് ഈ സഹസ്രനാമം നമ്മൾ പറയുകയും പഠിക്കുകയുമാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ബമ്പർ ഷുവർ. നിങ്ങളുടെ എന്താഗ്രഹം വിചാരിച്ചാൽ നടക്കും. നടന്നിട്ടില്ല എന്ന് വെച്ചാൽ ഇവിടെ എവിടെയോ കർമ്മത്തിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഫലശ്രുതിയിൽ പറയും, വിഷ്ണു സഹസ്രനാമത്തിലെ ഫലശ്രുതിയിൽ ധർമാർത്ഥി പ്രാപ്നുയാത് ധർമ്മം അർത്ഥാർത്ഥി അർത്ഥവാപ്നുയാത് കാമാനവാപ്തയാത് കാമി പ്രജാർത്ഥി പ്രാപ്നുയാത് പ്രജാം. ധർമാർത്ഥി, ധർമ്മത്തിനെ അർത്ഥിച്ചിട്ടാണ് നിങ്ങൾ വന്നത്? ഭഗവാന്റെ കാരുണ്യം കിട്ടണം എന്നുള്ള പ്രാർത്ഥനയോട് കൂട്ടാണോ നിങ്ങൾ ഈ സഹസ്രനാമം വായിക്കുന്നത്, മനസ്സിലാക്കുന്നത്, ഡെയിലി പൂജാമുറിയിലിരുന്ന് വായിക്കുന്നത്? ധർമാർത്ഥി അതർത്ഥം വെച്ചിട്ടാണെങ്കിൽ, അതിരുന്നിട്ടാണ് പോകണമെന്നുണ്ടെങ്കിൽ പ്രാപ്നുയാ ധർമ്മം, അവന് ധർമ്മം കിട്ടും. പ്രൊവൈഡഡ് ദി അഭ്യാസം ഈസ് ഗുഡ്, സാധന ഈസ് ഗുഡ്, കർമ്മം ഈസ് ഗുഡ്. ശുഭമായിട്ടുള്ള കർമ്മമായിരിക്കണം.
ശുഭമായിട്ടുള്ള അഭ്യാസമായിരിക്കണം, പ്യുവറായിട്ടുള്ള പ്രയത്നമായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ധർമാർത്ഥി, ധർമ്മത്തിനെ ആരർത്ഥിക്കുന്നുവോ പ്രാപ്നുയാ ധർമ്മം, അർത്ഥാർത്ഥി അർത്ഥവാപ്നുയാത്. പൈസ, ഒരു ബമ്പർ ലോട്ടറി അടിക്കണേ ഭഗവാനെ, അടിക്കും. കാമാനാ അപ്നുയാത് കാമി, എന്തെങ്കിലും കാമങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ചിട്ടാണോ, എന്തെങ്കിലും ആഗ്രഹങ്ങൾ വിചാരിച്ചിട്ടാണോ? കുട്ടറ പരീക്ഷയിൽ ജയിക്കണം എന്ന് വിചാരിച്ചിട്ടാണോ? പ്രൊമോഷൻ കിട്ടണമെന്ന് വിചാരിച്ചിട്ടാണോ? കുട്ടറ കല്യാണം കഴിയണമെന്ന് വിചാരിച്ചിട്ടാണോ? കാമാനാ ആപ്തയാത് കാമി, പ്രജാർത്ഥി പ്രാപ്നുയാത് പ്രജാ. സന്താന സൗഖ്യത്തിന് വേണ്ടിയിട്ട് സന്താനങ്ങൾ അവനവനോ അവനവൻ്റെ കുട്ടികൾക്കോ കുടുംബത്തിനോ ആർക്കോ പ്രജാർത്ഥി സന്താനലബ്ധിക്കാണെന്നുണ്ടെങ്കിൽ പ്രാപ്നുയാത് പ്രജാ, ഫലശ്രുതിയിലുള്ളതാണ് വിഷ്ണു സഹസ്രനാമത്തിൽ. അപ്പോൾ സൂക്ഷിക്കുക, വിഷ്ണു സഹസ്രനാമം ചെല്ലുമ്പോഴും കേൾക്കുമ്പോഴും അതിനെ അത് എന്താ പറയുക ആചരിക്കുമ്പോഴും പൂജാമുറിയിൽ നാമം ചെല്ലുമ്പോഴും എല്ലാം ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടാവുക, ഒരു സിൻസിയറിറ്റി ഉണ്ടാവുക, ഒരു ഓണസ്റ്റി ഉണ്ടാവുക. എങ്ങനെയെങ്കിലും ഈ 40 മിനിറ്റ് അങ്ങോട്ട് കഴിച്ചിട്ട് വേണം ഇവരോട് നിൽക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഇവിടെ നീട്ട് പോകാൻ എന്നുള്ളൊരു ഭാവത്തോട് കൂട്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നതെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞൊന്നും എനിക്ക് കിട്ടില്ല. ഇതൊരു ഒന്ന് എന്താ പറയേണ്ട, ഒരു 12:30 12:45 തുടങ്ങണ്ട, എങ്ങനെയെങ്കിലും 40 മിനിറ്റ് അങ്ങോട്ട് കഴിച്ചു കൂട്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോകുമായിരുന്നു, ഏറ്റു പോയില്ലേ. അതാണ് എൻ്റെ ഭാവം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ, ഈ പറഞ്ഞൊന്നും എനിക്ക് കിട്ടില്ല, സംശയമില്ല. മനസ്സിലായില്ലേ? അപ്പം ഭഗവത് സ്വരൂപം അഥവാ സ്വസ്വരൂപം, അവനവൻ്റെ സ്വരൂപം അല്ലെങ്കിൽ ഭഗവാന്റെ സ്വരൂപം ദൃഢമായിട്ട് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ, ഒരു പെർഫെക്റ്റ് നോളജ് ഹൂ ആം ഐ എന്നുള്ളൊരു അറിവ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഭഗവാനായി താതാത്മ്യം പ്രാപിക്കല്ലേ നമ്മൾ ചെയ്യുക. യു ബിക്കം വൺ വിത്ത് ഹിം. അത് സിദ്ധിച്ചാൽ, ആ അറിവ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരവില്ല എന്നാണ് പറഞ്ഞത്. അതാണ് ആശ്രമ. ഈ ഒരു അറിവ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ താതാത്മ്യം പ്രാപിക്കും ഭഗവാനായിട്ട്. യദ്ഭാവം തദ്ഭവതി, ഞാൻ അതാണ് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഞാൻ അതായി തീരും. ഇപ്പം തത്വമസി, അത് ഞാനാണ് എന്ന് മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ അഹം ബ്രഹ്മോസ്മി എന്ന് തന്നെ പഠി. അപ്പം ബ്രഹ്മം വേറെ ഞാൻ വേറെ അങ്ങനെ ഉണ്ടാവില്ല, ഭഗവാൻ തന്നെയാണ് ഞാൻ. ടു ബി വൺ വിത്ത് ഹിം. ആ അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ യദ്ഗത്വാ ന നിവർത്തന്തേ തദ്ധാമ പരമം മമ. യദ്ഗത്വാ ന നിവർത്തന്തേ, അവിടെ എത്തിക്കഴിഞ്ഞാൽ തിരിച്ചു വരില്ല. തദ്ധാമ പരമം മമ, ദാറ്റ് ഈസ് മൈ ഗോൾ, ദാറ്റ് ഈസ് മൈ അബോർഡ്. അതിൽ ചെന്നാൽ തിരിക്കാറിൽ അതൻ പരമധാമമാം. അതിലെത്തി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരാറില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ആശ്രമ, അവിടെ റെസ്റ്റ്, ഫുൾ സ്റ്റോപ്പ്. മനസ്സിലായോ? അയ്യോ, സമയം ഇന്ന് വളരെ അതിക്രമിച്ചു. അപ്പോൾ നമുക്ക് ഇന്ന് തൽക്കാലം ഇവിടെ നിർത്താം. നാളത്തെ ക്ലാസ്സിൽ നമുക്ക് ഇനി വരാൻ പോകുന്ന നാമങ്ങൾ നോക്കാം. സോറി, കുറച്ച് സമയം കൂടുതലായിപ്പോയി. ഏതായാലും ആശ്രമം കുറച്ചങ്ങോട്ട് കേമാക്കാമെന്ന് വിചാരിച്ചു, അതുകൊണ്ടാണ് നിങ്ങൾ അറിയാണ്ട് പോയത്. അങ്ങനെ ഇരിക്കട്ടെ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഹരി ഓം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. കൃഷ്ണ ഗുരുവായൂരപ്പ ഭഗവാനെ രക്ഷിക്കണേ. നാരായണ.